നമസ്കാരം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ഏതൊരു ഭക്തയും കാത്തിരുന്നതായ സുദിനം. ഇന്നേ ദിവസം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ദിവസമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭാഗ്യ നേട്ടങ്ങളും സർവാഭീഷ്ട സിദ്ധിയും ആഗ്രഹ സാഫല്യവും ജീവിതത്തിൽ വന്നു ചേരും. സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം ലഭിക്കുന്നതായ ശുഭ സൂചനകളെ കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുവാൻ ഏവരും ശ്രമിക്കുക. എന്നാൽ ഇന്നേ ദിവസം ചില പക്ഷികൾ, മൃഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വീടുകളിൽ വരുന്നത് ജീവിതത്തിലേക്ക് സൗഭാഗ്യം കൊണ്ടുവരുന്നതിന്റെ സൂചനയാകുന്നു. അഥവാ ഈ ജീവികളെ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. ആ വീടുകളിൽ സൗഭാഗ്യം ഇരട്ടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആ ജീവികളെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഓം നമോ നാരായണായ എന്ന് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സർവ്വ സൗഭാഗ്യവും വന്നു ചേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ആ പ്രധാനപ്പെട്ടതായ ജീവികൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ജീവിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പൂച്ചയായിരുന്നു. പൂച്ച നിങ്ങളുടെ വീടുകളിൽ വരുന്നത് ഭാഗ്യമാണ് എന്ന് തന്നെ പൊതുവിൽ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്നേ ദിവസം വീടുകളിൽ വരുന്നത് സൗഭാഗ്യം അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ സന്താനലബ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ഇന്നേ ദിവസം പൂച്ച വീടുകളിൽ വരുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നതിന്റെ സൂചനയാകുന്നു. കാരണം ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം, ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊന്ന് പരുന്താണ്. പരുന്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. എപ്പോഴും കാണുവാൻ സാധിക്കുന്നതായ ഒരു പക്ഷിയല്ല പരുന്ത്. പരുന്ത് നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ, അഥവാ ഇന്നേ ദിവസം നിങ്ങൾ കാണുകയാണ് എങ്കിൽ പോലും അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ വാഹനം തന്നെയാണ് പരുന്ത്. അതിനാൽ ഇന്നേ ദിവസം കാണുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു പക്ഷി ഉപ്പനാണ്. ഉപ്പനെ ഏതൊരു ദിവസം കാണുന്നതും മഹാഭാഗ്യം തന്നെയാണ്. എപ്പോഴും കാണുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഇന്നേ ദിവസം കാണുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ് നിൽക്കുന്നതിനാലും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന വീടുകളോ അല്ലെങ്കിൽ വ്യക്തികളോ ആണ് ഇപ്രകാരം കാണുക. അതായത് വീട്ടിലേക്ക് വരുന്നത് ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിച്ചതിന്റെ സൂചനയാകുന്നു. നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതിന്റെ സൂചനയാകുന്നു. വീടുകളിൽ ഭഗവത് സാന്നിധ്യമുണ്ട് എങ്കിൽ തീർച്ചയായും ഉപ്പനെ ഇന്നേ ദിവസം കാണുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം വീട്ടിലോ പറമ്പിലോ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. തത്ത എന്ന പക്ഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു പക്ഷിയാകുന്നു. എപ്പോഴും തത്തയെ കാണുവാൻ സാധിക്കണം എന്നില്ല. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ തത്തയെ വീടുകളിൽ കാണുവാൻ സാധിക്കൂ. ഇപ്രകാരം ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ, മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും കിഴക്ക് ദിശയിൽ കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി സൗഭാഗ്യം വന്നു ചേരുന്നതിന്റെ സൂചനയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം മഹാലക്ഷ്മി ദേവിയെ കൂടി ആരാധിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ജീവി കീരിയാണ്. കീരിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കീരിയും വീടുകളിൽ അപൂർവമായി മാത്രം കാണുന്നതായ ഒരു ജീവിയാകുന്നു. നിങ്ങളുടെ പറമ്പിൽ അല്ലെങ്കിൽ വീട്ടിൽ കാണുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായ ധന നേട്ടമാണ് ഫലമായി വന്നു ചേരുക. പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരാം. ധനപരമായ ഉയർച്ചകൾ വന്നു ചേരാം. പ്രത്യേകിച്ചും വടക്ക് ദിശയിൽ കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി സൗഭാഗ്യം വന്നു ചേരുന്നതിന്റെ സൂചനയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഈ അപൂർവമായ ജീവിയെ കാണുകയാണ് എങ്കിൽ
അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. മറ്റൊന്ന് കുയിലാകുന്നു. കുയിലിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും ഏതൊരു വ്യക്തിക്കും സന്തോഷം വർദ്ധിപ്പിക്കുകയോ പോസിറ്റീവ് ഊർജം നിറയ്ക്കുകയോ ചെയ്യുന്ന കാര്യമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം കുരുവിയെ കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി ഭാഗ്യം ജീവിതത്തിൽ വന്ന് ചേരുന്നതിന്റെ സൂചനയാകുന്നു. ലക്ഷ്മി നാരായണ പ്രീതി ആ വീടുകളിൽ ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരും എന്ന കാര്യം നിസ്സംശയം പറയാം. ഇന്നേ ദിവസം കാണുന്നത് പോലും മഹാഭാഗ്യമാകുന്നു. മറ്റൊരു പക്ഷിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചെറുകിളികളാകുന്നു. വീടുകളിൽ വരുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. ഇതേക്കുറിച്ച് മുൻപത്തെ വീഡിയോയിൽ വിശദമായി തന്നെ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. മറ്റൊരു ജീവിയായി പരാമർശിക്കുന്നത് മഞ്ഞ ചേരയാകുന്നു. ഇന്നേ ദിവസം വീടുകളിൽ കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ചും മഞ്ഞ ചേരയെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ ഭഗവത് സാന്നിധ്യം, ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും കിഴക്ക് ദിശയിൽ കാണുകയാണ് എങ്കിൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം കാണുന്നത് ശുഭമാണ്. മറ്റൊന്ന് പശുവാണ്. പശുവിന്റെ സാന്നിധ്യം ഏവർക്കും അറിയാം. സകല ദേവതാ ചൈതന്യവും പശുവിനുണ്ട്. അതിനാൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ ഇന്നേ ദിവസം പശുവിനെ കാണുകയോ അല്ലെങ്കിൽ ഭവനങ്ങളിലേക്ക് വരികയോ ചെയ്യാം. ഇപ്രകാരം വരികയാണ് എങ്കിൽ ആഹാരം നൽകാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ജലവും ആഹാരവും നൽകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. തീർച്ചയായും ആ വീടുകളിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്താൻ പോകുന്നു. ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു. ഭഗവാൻ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു പക്ഷിയായി പരാമർശിക്കുന്നത് പ്രാവാണ്. പ്രാവിനെ ഇന്നേ ദിവസം വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ഇണപ്രാവാണ് എങ്കിൽ ഭാഗ്യം ഇരട്ടിക്കാൻ പോകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം പല്ലിയെ കാണുന്നത് ശുഭകരമാണ്. രണ്ട് സാഹചര്യങ്ങളിൽ പല്ലിയെ കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കാം. അതിൽ ആദ്യത്തേത് വിളക്ക് തെളിയിക്കുമ്പോൾ കാണുന്നതാണ്, അല്ലെങ്കിൽ പല്ലിയുടെ ശബ്ദം കേൾക്കുന്നതാകുന്നു. രണ്ടാമത്തേതായ അവസരം അല്ലെങ്കിൽ രണ്ടാമത്തേതായ സാഹചര്യം തുളസിയുടെ അരികിലായി നിങ്ങൾ ഇന്നേ ദിവസം പല്ലിയെ കാണുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു. ലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. മറ്റൊന്ന് ധാരാളം പൂമ്പാറ്റകളാണ്. ഇപ്രകാരം കാണുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. പ്രത്യേകിച്ചും നിങ്ങളുടെ വീടുകളിൽ സന്തോഷം ഇരട്ടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈശ്വരാധീനം വർദ്ധിക്കാൻ പോകുന്നു. കൂടാതെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ കാണുകയാണ് എങ്കിൽ അതും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പച്ചക്കുതിരയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ധനപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിന് അണ്ണാനെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ കാണുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു. സൗഭാഗ്യം അല്ലെങ്കിൽ പല കാര്യങ്ങളും അനുകൂലമാകുവാൻ പോകുന്നതിന്റെ സൂചനയായി പരാമർശിക്കാം. മറ്റൊരു ജീവി ആമയാണ്. ആമയെ കാണുകയാണ് എങ്കിൽ വാഹന നേട്ടം, ധനനേട്ടം എന്നീ ഫലങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു. മറ്റൊന്ന് മത്സ്യമാകുന്നു. ജീവനുള്ള മത്സ്യത്തെ ഇന്ന് അപ്രതീക്ഷിതമായി നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങളുടെ വീടുകളിൽ കാണുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. എന്നാൽ ഒരിക്കലും ഇന്നേ ദിവസം മത്സ്യത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത് നിങ്ങൾക്ക് അശുഭകരമായി തീരും. മറ്റൊന്ന് മയിലാകുന്നു. മയിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ വീടുകളിൽ വരൂ അല്ലെങ്കിൽ കാണുവാൻ സാധിക്കൂ.
ഇപ്രകാരം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു. ശുഭകരമായ സമയം അല്ലെങ്കിൽ നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാനായി നൽകുന്ന ഈ സൂചനകൾ നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട് എങ്കിൽ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിന് പുറമെ ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ ദേവീ ക്ഷേത്രത്തിലോ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തുക. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. തടസ്സങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദർശനം നടത്തുന്നതിനോടൊപ്പം ഈ ഒരു വഴിപാട് കൂടി നടത്തുവാൻ ശ്രമിക്കുക. സ്ത്രീകളുടെ പേരിലാണ് എങ്കിൽ ഭാഗ്യസൂക്തം നടത്തുക. പുരുഷന്മാരാണ് എങ്കിൽ പുരുഷ സൂക്തം കൂടി നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും.